അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ആയി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ വീടിൻ്റെ ചുറ്റോറം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ട് ഒരു 3 കസേര ഇങ്ങനെ ഇട്ടിട്ട് ആണ്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി എന്നാൽ ഒരു ലിവിങ് ഹാളാണുള്ളത്. ലിവിങ് ഹാളിലൊരു സെറ്റ് എല്ലാം ഇട്ടിട്ടാണ്. പിന്നെ ലിവിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാൾ അത്യാവശ്യം വലുപ്പത്തിലൊക്കെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ ടേബിളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്കാണ്. ഇതാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം. അതിൽ തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. അതിൽ വരുന്ന ബാത്റൂമാണിത്. പിന്നെ അതിൻ്റെ അലമാര. പിന്നെ അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ താത്താര റൂമിലേക്കാണ്. 2 താത്താരി റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ റൂമിൽ അൽമറക്കടപ്പൊന്നും വെച്ചിട്ടില്ല. അതിൽ നിന്ന് നമുക്കൊരു ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് 2 കിച്ചണായിട്ടാണ്. ഒരു കിച്ചൺ അടുപ്പെല്ലാം വെച്ചിട്ടുള്ളതാണ്. ഒരു സൈഡിൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. കിച്ചണിലൊന്നും അൽമറുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ പോകുന്നത് വാഷ് ബേസ് ഏരിയ. ഇതാണ് നമ്മൾ വാഷ് ബേസ് ഏരിയ വരുന്നത്. അടിയിൽ ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ചവിട്ടിയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയത്. ഇതാണ് നമ്മളെ കോണിയുടെ ഹാൻഡ് റെയിൽ വരുന്നത്. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം. അടിയിൽ 2 റൂമും മേലെ 2 റൂമാണുള്ളത്. മേലത്തെ ഹാളിൽ തന്നെ ഉമ്മാൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ ഒരു ടേബിളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളുടെ റൂം വരുന്നത്. ചെറിയൊരു വലുപ്പത്തിലൊരു റൂമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കാക്കാൻ്റെ റൂമിലേക്കാണ്. കാക്കാൻ്റെ റൂമിലിപ്പോൾ കർട്ടൻ്റെ അൽമറിൻ്റെ എല്ലാം പണികളൊക്കെ കഴിച്ച് വെച്ചേക്കാണ്. എൻ്റെ കല്യാണം ഉണ്ടാക്കണം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബാത്റൂം. മേലെ 2 റൂമിനും ഒരൊറ്റ ബാത്റൂമാണുള്ളത്. കുറച്ച് വലുപ്പത്തിലായിട്ട് ഒരൊറ്റ ബാത്റൂം ആക്കിയതാണ്. പിന്നെ ഇവിടെ ഒരു ടെറസ് ഏരിയ ഉണ്ട്. അവിടെ നമ്മളെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടാണ്. വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ട്. അതൊക്കെ ചകിരിപ്പുളി അങ്ങനെയുള്ള നാട്ടിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ. പിന്നെ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് ഇവിടെ തന്നെ തോരിയിടലാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മേലത്തെ സിറ്റ് ഔട്ടാണ്. ഇതാണ് മേലത്തെ സിറ്റ് ഔട്ട് വരുന്നത്.
ഇവിടുന്ന് നല്ല വ്യൂ ആണല്ലേ, നല്ല മഴയെല്ലാം പെയ്യാണെങ്കിലൊക്കെ. നമ്മളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം.